എവിടെല്ലാം അന്വേഷിച്ചു. ഈ മിണ്ടാപ്രാണിയൊക്കെ എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ അതിന്റെ ശാപം എനിക്കാ. വന്നൂന്നറിഞ്ഞു. എവിടെ ആയിരുന്നു ഇത്ര ദിവസം? ആര് പറഞ്ഞു? മീനാക്ഷി ആയിരിക്കും. ഇവിടെ എല്ലാം എല്ലാവരും അറിയും. പേർഷ്യയിലൊക്കെ പോണെന്ന് കേട്ടു. നേരാണോ? ലീവ് കഴിഞ്ഞാലേ അറിയാൻ പറ്റൂ. മിക്കവാറും ശരിയാവും. എത്ര ദിവസത്തേക്കാ അവധി? അവധിയൊക്കെ കഴിഞ്ഞു. തിരുവാതിര കൂടിയിട്ട് പോയാൽ മതി എന്ന് വീട്ടുകാർക്ക് നിർബന്ധം. നാട്ടിലെ തിരുവാതിര കൂടിയിട്ടും കുറെ ആയല്ലോ. അതുകൊണ്ട് ഞാൻ അവധി കിട്ടാൻ കമ്പി കൊടുത്തു. ദേഷ്യം കെട്ടി പെണ്ണുങ്ങളെ പേടിപ്പിക്കാനും പഷ്ടത്തങ്ങൾ കാണിക്കാനും ആവും. അതിന്റെയൊക്കെ കാലം കഴിഞ്ഞില്ലേ. അതൊക്കെ പിള്ളേർക്ക് വിട്ടുകൊടുത്തു. ഓ, സമയം പോയി. പശുവിനെ കറന്നില്ല. അവർക്ക് കാപ്പി കൊടുക്കണം. ഇപ്പോഴും ഉണ്ടോ ഭജനക്കാര്? ഇടയ്ക്ക് ഓരോരുത്തർ വരും. ഞങ്ങൾക്കും അസൗകര്യമൊന്നുമില്ലല്ലോ. ശാരസാരില്ലേ? അകത്തുണ്ട്. അമ്മ കിടക്കാവും. വരൂ, കാപ്പി കുടിച്ചിട്ട് പോ. വേണ്ട, പിന്നെ വരാം. കുറച്ചിലായിരിക്കും. ഇവിടുന്ന് പോയാൽ പിന്നെ ആളുകളുടെ സമ്പ്രദായമൊക്കെ മാറും. ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കരുത്. ഇവിടുന്നുണ്ട് നേതിച്ചോറിന്റെയും പായസത്തിന്റെയും രുചി ഇനിയും പോയിട്ടില്ല. ദുബായിൽ നിന്ന് വരുമ്പോ ഞാൻ വന്ന് കാണുന്നുണ്ട്. എന്താ വേണ്ടത് വെച്ചാ പറഞ്ഞോളൂ. എനിക്കെന്താ വേണ്ടത്? വാഴനാര് കിട്ടുമോ അവിടെ? മാല കോർക്കാൻ കിട്ടുമെങ്കിൽ കുറച്ച് കൊണ്ടുവരൂ. ഒന്ന് രണ്ട് ഇല്ല, ഒന്നുകൂടി ഇടാം. ഒന്ന് രണ്ട് മൂന്ന്. ഒന്ന് രണ്ട് മൂന്ന്. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. ഹേയ്, കള്ളക്കളി. കള്ളക്കളിക്ക് ഞാനില്ല കേട്ടോ. എന്റെ കുരു ദേ ഇവിടെ ആയിരുന്നു ഇരുന്നത്. അതവിടെ തന്നെ ഇരുന്നോട്ടെ. വേറെ ഇടാം. നോണയൻ ഞാൻ കൂട്ടില്ല. ആ രാധേ, രാധേ, ഈ പെണ്ണ് എവിടെ പോയി കിടക്കുക? എന്താമ്മേ? നീ കാണുന്നില്ലേ ഇതൊക്കെ? എന്തൊരു ശോഭ! ഇത്രയും സുന്ദരിമാരെ ഇതുവരെ ഞാൻ ഒരുമിച്ച് കണ്ടിട്ടില്ല. നീരാട്ടിനുള്ള പുറപ്പാടായിരിക്കും. വിളക്കും പിടിച്ച് നിന്റെ അച്ഛനാ മുമ്പിലെ ആ നടത്തം കണ്ടില്ലേ? ആരണംകുട്ടിയെ കാണുന്നില്ലല്ലോ. എന്റെ കുട്ടി എവിടെ പോയി? അവരൊരുമിച്ചാണല്ലോ ഇറങ്ങിയത്. ആ, ഇങ്ങെത്തിലോ. എന്തൊക്കെ സ്വപ്നങ്ങളോ അമ്മ കാണണേ. നീ കണ്ടില്ലേ? ദാ വരുന്നു നാരായണൻകുട്ടി. ഇത് ഏട്ടനല്ലമ്മേ, ആശാനാ. ഏതാശാൻ? ഇത് ഞാനാ എന്റെ ശാരദയാരെ. നേതിച്ചെറുപ്പുണ്ടോരാതെ വല്ലാണ്ട് വിശക്കണം. ആ, രാഘവ മാഷ് വന്നോ? ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഒരു പരാതി എഴുതി തരണം.
ഇപ്പൊ അല്പം തിരക്കുണ്ട്. വൈകിട്ട് സ്കൂളിലേക്ക് വരും. 2 ചായ ഇട്. കടിക്കാനൊന്നുമില്ലേ? മത്തായി സാറിന് കാര്യമായിട്ട് വല്ലതും കൊടുക്കണം. താഴെ വരെ നടക്കാനുള്ളതാ. ഓ, എനിക്കൊന്നും വേണ്ട. നാട്ടിൽ മഴയൊക്കെ ഉണ്ട് മാഷേ. സാറ് DD യെ കാണുമോ? ഓ ഇല്ല, ഞാനൊരു 6 മാസത്തെ കൂടി ലീവ് നീട്ടാൻ പോവുക. ഇനിയിപ്പോ ഓണാവധി കഴിയാതെ പുതിയ മാറ്റമൊന്നും ഉണ്ടാവും തോന്നുന്നില്ല. അപ്പോഴും ഓർഡറൊന്നും ആയിട്ടില്ലെങ്കിൽ പിന്നെയും നീട്ടും, അത്ര തന്നെ. ഉള്ള കൃഷി നോക്കി നടത്തിയാവും സാറിന് ഇതിലും ലാഭം. ഞങ്ങളുടെയൊക്കെ കാര്യങ്ങളാ കഷ്ടം. 1 മാസത്തെ ശമ്പളം കിട്ടിയില്ലേ കാര്യം മാറും. അതുകൊണ്ടാണല്ലോ ഈ ഓണം കയറാൻ മൂലയെ വന്ന് കിടക്കണേ. ലീവ് വേക്കൻസിയിൽ ആരോ വരുന്നെന്ന് കേട്ടല്ലോ. കുറെ നാളായിട്ട് ഞാൻ എഴുതുക. ഒരാളെ കൊണ്ട് 4 ക്ലാസ് എങ്ങനെ നടത്താനാ? ഇൻസ്പെക്ഷൻ വന്നു പോയോ? ഓ, ഇപ്പോഴൊന്നും ഇങ്ങോട്ട് വരാറില്ല. രജിസ്റ്ററും കൊണ്ട് ചെല്ലാൻ പറയും. കുഞ്ഞുറങ്ങിയോ? ആ, നല്ല ക്ഷീണം കാണും. എന്തൊരു വെയിലായിരുന്നു. ഇത്രയും നടപ്പുണ്ടെന്ന് വിചാരിച്ചില്ല. ഇവിടെ വന്നപ്പോ അല്പ സുഖമുണ്ട്. ഇരിക്കെ, ഞാൻ അല്പം കാപ്പി ഇടാം. ഞാനാകാം. എന്തായാലും ഇന്ന് വേണ്ട, ഇനി സമയം കിടക്കല്ലേ. സാറിവിടെ വന്നിട്ട് എത്ര നാളായി? 5 കൊല്ലം കഴിഞ്ഞു. കുടുംബമായിട്ടാണോ? അല്ല, അവർക്ക് നാട്ടിലാ ജോലി. ഞാനിവിടെ അങ്ങ് കൂടും. അപ്പോ ആഹാരമൊക്കെ? രാത്രി കഞ്ഞി വയ്ക്കും, ബാക്കി വരുന്നത് രാവിലെ കുടിക്കും. ഉച്ചയ്ക്ക് പിള്ളേർക്കുണ്ടാക്കുന്ന ഉപ്പുമാവ് കാണും. സാധാരണ ആണുങ്ങളെ ഇങ്ങോട്ട് അയക്കാറ്. ഇത്തവണ എന്താണാ ഒരു മാറ്റം? ആരും നിൽക്കാറില്ല. ജോയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ മാറ്റത്തിനുള്ള ഉത്തരവിന്റെ പകർപ്പേ ഇവിടെ എത്താറുള്ളൂ. സ്വാധീനം ഉപയോഗിച്ച് മാറ്റം വാങ്ങും. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. താമസിക്കാൻ സൗകര്യമില്ല. പോയി വരാനാണെങ്കിൽ വാഹനങ്ങളില്ല. മഴ തുടങ്ങിയാൽ പിന്നത്തെ കാര്യം പറയാതിരിക്കുക ഭേദം. താമസത്തിന്റെ കാര്യത്തില് സാറ് വല്ലതും ആലോചിച്ചോ? നിങ്ങളുടെ എഴുത്ത് വന്നപ്പോ മുതൽ അതാ എൻ്റെ ആലോചന. ഞാൻ നോക്കിയിട്ട് ഒരു മാർഗമേ ഉള്ളൂ. ഇവിടെ അടുത്തൊരു ക്ഷാരമുണ്ട്. അവിടെ ഒരു അമ്മയും മകളും തനിച്ചാ താമസം. അത് നോക്കണമല്ലോ. ആണുങ്ങളുള്ള വീടായാൽ അതും പ്രയാസമാവും. അവര് സമ്മതിക്കോ? ചോദിച്ചു നോക്കാം. ഭജനം ഇരിക്കാൻ വരുന്നവരെ താമസിപ്പിക്കാറുണ്ട്. ഭജന ഇരിക്കാനൊക്കെ ഇവിടെ ആള് വരുമോ? അത്ര വലിയ അമ്പലമൊന്നുമല്ല, പക്ഷെ വലിയ പേരാ. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരു കാര്യം ഞാൻ പറയാം. മനസ്സ് വെച്ച് നമ്മൾ എന്തെങ്കിലും അപേക്ഷിച്ചാ അത് നടന്നിരിക്കും. അച്ചട്ട. ടീച്ചർ എന്തേ തീരുമാനിച്ചേ? ജോയിൻ ചെയ്യല്ലേ? ട്രെയിനിങ് കഴിഞ്ഞിട്ട് കൊല്ലം 5 ഇത് ആദ്യത്തേത്. വേണ്ടെന്ന് വെച്ചാ പിന്നെ എങ്ങനെയാ? എന്നാ വാ, നമുക്ക് അവരോട് താമസക്കാര്യം ചോദിക്കാം. സ്കൂളിലെ പുതിയ ടീച്ചർ ഇപ്പോ ഷാരത്താ താമസം എന്ന് കേട്ടു. ആ, എന്താ ജാതി? നായന്മാരാ. ഇറച്ചി മീനൊന്നും ചാരത്ത് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തൊഴാൻ വരുന്ന മാഷില്ലേ, അങ്ങോരാ കൂട്ടിക്കൊണ്ട് വന്നേ. വിഷമിച്ച് പറയുമ്പോ എങ്ങനെയാ പറ്റില്ല എന്ന് പറയണേ. അല്ലെങ്കിൽ തന്നെ ഇവിടെ താമസിക്കാൻ പറ്റിയ വേറെ സ്ഥലം ഏതാ? പെണ്ണുങ്ങളാവുമ്പോ പിന്നെ പറയാനില്ല. എന്നാലും ഇപ്പോഴത്തെ പെണ്ണുങ്ങളുടെ ഓരോ സമ്പ്രദായേ. കല്യാണം കഴിഞ്ഞതാണോ? ആ അതെ, ഒന്ന് പെറുകയും ചെയ്തു. അതുവോ? എന്താ കുട്ടി? ആൺകുട്ടിയാ. അപ്പോ സംബന്ധക്കാരനുണ്ടാവോ കൂടെ? ഏയ്, അങ്ങോട്ട് വരാൻ പറ്റില്ല. തപാലി മാഷാ. ഉച്ചവരെ ഉള്ളൂ. ശമ്പളം കുറവാ. വീട്ടിലെ ബുദ്ധിമുട്ടുകൊണ്ടാ ജോലിക്ക് വന്നതെന്നാ പറഞ്ഞത്. ആദ്യത്തെ നിയമനല്ലേ, പറയണോടത്ത് പോകാണ്ടിരിക്കാൻ പറ്റുമോ? തപാലുകാർക്കൊക്കെ ഇപ്പൊ നല്ല ശമ്പളല്ലേ? മാസ്റ്ററൊന്നും ആവില്ല, വെറുതെ വമ്പത്തം പറഞ്ഞതാവും. എന്തായാലും രാധയ്ക്കൊരു കൂട്ടായി. പശുവിനെ കറക്കലും കുട്ടിയെ നോട്ടമൊക്കെ കഴിഞ്ഞു വരുമ്പോ തേവരക്ക് മാല കെട്ടാൻ സമയം ഉണ്ടാവോ ആവോ?
ശാരത്താണെങ്കിൽ സ്ഥലം ധാരാളം. പിന്നെ അവർക്കൊരു സഹായാവെന്ന് കരുതിട്ടാ. ഭജനക്കാരാവുമ്പോ 7-8 ദിവസം കഴിയുമ്പോ പോവില്ലേ? ഇതിപ്പോ അതാ ഒരു ബുദ്ധിമുട്ട്. സാധനങ്ങളൊക്കെ മുകളിലത്തെ മുറിലേക്ക് എടുത്ത് വെക്കാം. സൗകര്യങ്ങളൊക്കെ കുറവാ. ഞാനൊരു കാൽപ്പെട്ടി ഒഴിച്ചു തരാം തുണികൾ വെക്കാൻ. ഓ, ഇതൊക്കെ തന്നെ ധാരാളാ. കൊള്ളാവുന്നൊരിടത്താണല്ലോ ആക്കി പോണെന്ന് തന്നെയാ വലിയൊരു സമാധാനം. പാമോനെ, മോൻ വരുന്നോ ചേച്ചിയുടെ അടുത്ത്? ആരാ വന്നിരിക്കണത് നീ കണ്ടില്ലേ രാധേ? ആരണംകുട്ടി ഭാര്യ. എവിടാ കുട്ടി? ഞാൻ അതിനെ കണ്ടിട്ടില്ല. എന്താ ഇങ്ങനെ ആരെ അറിയിക്കാണ്ട് ഒരു വരവ്? അത് ഏട്ടനല്ലമ്മേ, ഇവിടെ താമസിക്കാൻ വന്നോരാ. കുട്ടി അവരുടെയാ. എന്റെ പേര് ചന്ദ്രൻപിള്ള എന്നാ. നന്ദിനിക്ക് ഇവിടെ ടീച്ചറായി ജോലി കിട്ടി. നാരായണൻകുട്ടി അറിയോ? അവന് ഗവൺമെന്റിലാ ജോലി. കേസരി യോഗ. അതാ അടിക്കടി ഈ കയറ്റം. അവനെ കാണുവോ? കാണാം. ഇടയ്ക്കിടയ്ക്ക് എഴുതാൻ പറയണം. അവന്റെ കാശൊന്നും ഇവിടെ ആർക്കും വേണ്ട. പറയോ? പറയാം. മതി. ഞാൻ ഉറങ്ങിപ്പോയി. നിങ്ങളെപ്പോഴാ അമ്പലത്തിൽ നിന്ന് വന്നേ? കൊറേ നേരായി, ഉണർത്തണ്ടാന്ന് കരുതി. കണ്ണം വല്ലതും കഴിച്ചിട്ടാണോ കിടന്നേ? അതെ. നന്ദിനിയും കൂടി ഇരുന്നോളൂ. വേണ്ട, നമുക്ക് ഒരുമിച്ചിരിക്കാം. ഞാൻ വിളമ്പി കൊടുക്കാം. അയ്യോ, അത് വേണ്ട. അമ്മ കണ്ട ഒക്കെ അശുദ്ധാക്കിന്ന് പറയും. ഇവിടെ അരി വെക്കണ പതിവില്ല. അമ്പലത്തിൽ നിന്ന് കിട്ടണ നേതിച്ചോറ് തന്നെ ധാരാളാ. കറവയുള്ളോണ്ട് തൈരും ഉണ്ടാവും. ഒക്കെ മോശാവും. ഇതൊന്നും നിങ്ങൾക്ക് ശീലം ഉണ്ടാവില്ല. ഞങ്ങൾക്ക് അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല. ഞങ്ങളുടെ ഒരു ഭാഗ്യം. എന്റെ പ്രാർത്ഥന ഫലിച്ചു. നിത്യം കുളിച്ചുവിടാൻ ഒരു അമ്പലം ഉണ്ടല്ലോ.